പാരൻസിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പല്ലിന്റെ നിരതെറ്റലും അതേപോലെ പല്ല് കേട് വരുന്നതും പല്ല് ഉന്തി വരുന്നതൊക്കെ ആയിട്ട് കാണപ്പെടുന്നത്. ബേസിക്കലി പാരന്റ് ശ്രദ്ധ മെയിൻ എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്ഥിരം പല്ല് ഡെവലപ്മെന്റ് നടക്കുന്നത് തന്നെ അറൌണ്ട് 3 to 5 years ഓഫ് ഏജിലാണ് നടക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സിനാരിയോയിൽ ഞാൻ കാണുന്ന പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികൾ തന്നെ വിറ്റാമിൻ ഡിന്റെ കൺസംഷൻ, അതായത് പാലോ അതേപോലെ ടിൽ ഡേറ്റ് ഏറ്റവും ബെസ്റ്റ് വിറ്റാമിൻ ഡി സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അപ്പം എത്ര പേര് പുറത്തിറങ്ങി കളിക്കുന്നുണ്ട് കുട്ടികൾ? വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് പല്ലുകൾ ഡെവലപ്മെന്റ് സമയത്ത് തന്നെ ഈ കാൽഷ്യക്കുറവും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ കാൽഷ്യം കുറയുന്നതുകൊണ്ടാണ് പല്ലിന്റെ എനാമലിലെ സ്ട്രെങ്ത്തും വീക്കൻ ആവുന്നത്. അത് വീക്കൻ ആകുമ്പം പല്ലുകൾ കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിരതെറ്റിലും കാര്യങ്ങളൊക്കെ വരുമ്പം അതായത് നമ്മുടെ ഡയറ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് മെയിൻ വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ഇപ്പം കൂടുതലും പാരൻസും ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതല്ല അതിന്റെ ശരി. പണ്ട് കാലങ്ങളൊക്കെ ഇപ്പം നമ്മളായിക്കോട്ടെ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ അവരൊക്കെ കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരെ കഴിച്ച് വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ പല്ലുകളൊക്കെ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ കുട്ടികൾ അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജോ ഡെവലപ്മെന്റ് അതേപോലെ പല്ല് വരാനുള്ള സ്ഥലം കിട്ടുന്നില്ല, എല്ല്, അതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നന്നായിട്ട് നമ്മൾ എൻഹാൻസ് ചെയ്യണം. കുട്ടികളെ വളർച്ചയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ പുറത്തേക്കൊക്കെ കളിക്കാൻ വിടുന്നതൊക്കെ വളരെ നല്ലതാണ്.